ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. ഒരു കാര്യം ആദ്യമേ പറയാം, ഇനി വരും കാലങ്ങളിൽ പൊങ്കാലയുടെ ഒരു സൈഡ് ഷോ ഓഫ് പ്രഹസനങ്ങൾ, പരിപാടികൾ, ഓൺലൈൻ മീഡിയ, സോഷ്യൽ മീഡിയ, സെലിബ്രിറ്റി സൈഡ്, ഇതൊക്കെ കാണാൻ നമ്മൾ റെഡി ആവണം. ഓൺ ദ അതർ ഹാൻഡ് ഈ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള ഭരിക്കുന്ന പാർട്ടി ആരാണോ കേരളം ഭരിക്കുന്നവരും കോർപ്പറേഷൻ ഭരിക്കുന്നത് അവരും, ഇവർ ഈ രാഷ്ട്രീയക്കാരുടെ ഒരു തരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തട്ടിക്കളികൾ കാണേണ്ടി വരും. ഇതിലൊന്നിലും പെടാതെ വളരെ ഭക്തിമാർഗത്തിൽ വന്ന് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ച് പോകുന്ന ഒരു കൂട്ടം ജനങ്ങൾ വേറെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സോഷ്യൽ മീഡിയ പ്രഹസനങ്ങൾ അതാണല്ലോ നമുക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം പൊങ്കാല കമൻറ്റ് ബോക്സിലും റീൽസിലുമാണ്. അപ്പോൾ ഒന്ന് രണ്ട് പൊങ്കാലകൾ നമുക്ക് നോക്കാം. ലിച്ചി പൊങ്കാലയ്ക്ക് ഇന്നലെ വന്നതോടുകൂടി ഓൺലൈൻ മീഡിയാസിനൊക്കെ അവരുടെ മോസ്റ്റ് മെജോറിറ്റി വീഡിയോസിലും ലിച്ചിയാണ് അവരുടെ പൊങ്കാല മെറ്റീരിയൽ. ഓക്കെ, പൊങ്കാല അടുപ്പോ ബാക്കി പൊങ്കാലയുടെ വിശേഷങ്ങളൊന്നുമില്ല. ലിച്ചി തിരിയുന്നു, ഇരിക്കുന്നു, ലിച്ചി ചെരിയുന്നു, ലിച്ചി ഫ്രണ്ടും ബാക്കുമായിട്ട് ലിച്ചി തിരിയുന്നത് മാത്രം എടുത്ത് കവർ ചെയ്യുന്നു. ലിച്ചിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇന്നലത്തെ കുറേ ചാനൽസിൻ്റെ പൊങ്കാല എഫക്റ്റ് പോയത്. ലിച്ചി വന്നത് എന്താണെന്നുണ്ടെങ്കിലും മുതലാക്കിയിട്ടുണ്ട്. കാരണം സാരി എന്തോ അവരുടെ പുതിയ ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ പ്രൊമോഷൻ സാധനമൊക്കെ പറഞ്ഞു പോയിട്ടുമുണ്ട്. ഇത് എന്റെ സ്വന്തം ക്രിയേഷൻസിലെ വിഷു കളക്ഷനിലെ സാരിയാണ്. ഇഷ്ടമായി വാങ്ങിച്ചു കൊടുക്കുന്ന ഭാര്യയ്ക്ക്. അതെ, അപ്പോൾ സാരി പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ചേച്ചി പൊങ്കാലിടാൻ പോയത് തോന്നുന്നു. ഇന്നലെ കുറേ പേര് ആദ്യമായിട്ട് പൊങ്കാലിടാൻ വന്നവരുണ്ട്, പിന്നെ സ്ഥിരം വന്നു പോകുന്നവരെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ലിച്ചി എഫക്റ്റ് വാസ് സംതിങ് ഡിഫറെൻറ്റ്. കാരണം ഇന്നലെ അതിഭീകരമായിട്ട് എല്ലാ ഓൺലൈൻ ചാനലുകളിലും ലിച്ചി ആയിരുന്നു. പിന്നെ ഒരു കാര്യം പറയാം, പല ഓൺലൈൻ ചാനലുകളെയും ഇവരൊക്കെ തന്നെ വിളിച്ചു കൂട്ടി മുൻകൂട്ടി അറിയിച്ചു പോയതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറേ പേരൊക്കെ ഞങ്ങൾ പൊങ്കാലിടാൻ പോകുന്നുണ്ടേ, ഞങ്ങളെ ഭാഗത്തു കൂടി ഒന്ന് വരണേ എന്നുള്ള രീതിക്കൊക്കെ പോയവരും ഉണ്ട്. പിന്നെ സെലിബ്രിറ്റി കോർണർ മാത്രം ഫോക്കസ് ചെയ്ത് പോയവർ, അത് വേറൊരു തരം എന്താ പറയുക കണ്ടൻറ് മിൽക്കിംഗ് അതിന് പറയാൻ പറ്റും. അതിപ്പോൾ ഈ ലിച്ചീൻ്റെ കേസിലൊക്കെ അത് തന്നെയാണ് നടന്നിട്ടുള്ളത്. അല്ലാത്തൊരു സൈഡ് ഉണ്ട് ഇതിന്. അതായത് പൊങ്കാല ഇടാൻ പോയതാണ്, സാരിയാണ്, ഭയങ്കര ചൂടാണ്, പിന്നെ ഇവരാരും ഇങ്ങനെ അടുപ്പത്ത് പോയി എന്നും ഊതി പൊങ്കാല ഇട്ടിട്ടോ അല്ലെങ്കിൽ അടുപ്പ് കൂട്ടി ഭക്ഷണം വെക്കുന്നവരോ അല്ല. അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു പെർട്ടിക്കുലർ ദിവസത്തേക്ക് വേണ്ടി മാത്രം സാരി ഉടുത്ത് മേക്കപ്പ് ഇട്ട് അവർ ഈ വെയിലത്ത് വന്നിരുന്ന് അവർക്ക് തന്നെ അവരുടെ ലൈഫിൽ ഒരു ഓക്വേർഡ് സിറ്റുവേഷനിലാണ് അവർ സ്വയം കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ ഇവരുടെ സാരി ആണെങ്കിൽ പോലും ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അവരുടെ ആ ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ മുതലെടുത്ത് എന്താ പറയുക അവരുടെ ഡ്രസ്സൊക്കെ മാറിക്കിടക്കുന്നതും അതൊക്കെ മാത്രം ഫോക്കസ് ചെയ്ത് എടുത്തിടുന്ന വീഡിയോസിനോടൊക്കെ അവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? അവർ പൊങ്കാലിടാൻ വന്നത് ഇപ്പോൾ വാണ്ടഡ്ലി ഇതിന് വേണ്ടി നിന്ന് കൊടുത്തവരുണ്ട്, മീഡിയാസിന് വേണ്ടി വിളിച്ച് വരുത്തിയവരുണ്ട്, ഇതൊരു പ്രൊമോഷനായിട്ട് എടുത്തവരുണ്ട്. അല്ലാതെ ഒരു സൈഡിൽ ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അവരുടെ ഏറ്റവും എന്താ പറയുക ഓക്വേർഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്ത് അതിനൊരു തംബ്നെയിലും ടൈറ്റിലും ഇട്ടിട്ട് വിട്ട ടീംസ് വേറെയുണ്ട്. പിന്നെ ഇവരുടെയൊക്കെ ചോദ്യങ്ങളാണ് മക്കളെ. ഇതിലിപ്പോ ശരിക്കും എന്താണ് ചോറ അതോ അപ്പൊ മറ്റേതില് ഇതില ഇതില് ശർക്കര പായസം മറ്റേത് കുമ്പളപ്പം അല്ല, ഇത് ശർക്കരയില്ല. അതായത് ഇവരുടെ ചോദ്യങ്ങളൊക്കെ ഒരുതരം കേൾക്കുമ്പോൾ തന്നെ ഇതെന്ന് എങ്ങനെ ചോദിച്ചേ എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്ന ചോദ്യങ്ങളും, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഇതൊക്കെ മനസ്സിലാവേണ്ടൊന്നും ആയിരിക്കില്ല. എന്നാലും അവരിങ്ങനെ ഈ ചോദ്യത്തിന് ഉത്തരവും പറഞ്ഞ് ഇവിടെ ഇങ്ങനെ നടക്കും. ഇവരാരെയും വിട്ടിട്ടില്ല കേട്ടോ. എന്നാലും അവിടെ പോയ എല്ലാ സെലിബ്രിറ്റീസിനെയും തെരഞ്ഞു പിടിച്ച് അവരുടെ അപ്പോൾ ഈ പൊങ്കാല ഇടുമ്പോൾ ഓബ്വിയസ്ലി ഇവർ നിലത്തിരിക്കേണ്ടി വരും, കുനിയേണ്ടി വരും, സൈഡ് തിരിയേണ്ടി വരും. ഇതൊക്കെ എടുത്ത് പിടിച്ച് കുറേ ടീം പോന്നിട്ടുണ്ട്. ഓക്കെ, സെലിബ്രിറ്റീസിൻ്റെ പേര് പറയാൻ നിന്നാൽ എണ്ണിപ്പെറുക്കി പറയാൻ നിൽക്കേണ്ടി വരും. അതിനിടയിൽ ചിപ്പി എഫക്റ്റ് വേറെയും വന്നിട്ടുണ്ട്. 36 കാണാൻ വേണ്ടി പൊങ്കാല പൊങ്കാല സ്റ്റാറാണല്ലോ ചിപ്പി. അപ്പോൾ ചിപ്പിയുടെ കാണാൻ വേണ്ടി കൂടിയ മീഡിയയും ആളുകളും സെൽഫി എടുക്കാനുള്ള തിരക്കും എല്ലാം ഒരു സൈഡിൽ നടക്കുമ്പോൾ ചേച്ചിമാരൊക്കെ ഭയങ്കരമായിട്ട് അതിന് റിയാക്ട് ചെയ്തതും കണ്ടു. പോലീസിനെ വിളിക്കും ഞങ്ങള്. കാരണം ഇത്രയും നേരം എത്ര മര്യാദയ്ക്ക് നിന്നു. അവർ വന്നപ്പോ തൊട്ട് അവർക്ക് സ്വൈര്യം കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ കൊടുക്കുന്നുണ്ടോ?
എന്തൊരു മര്യാദ ചെയ്തു? കാരണം ഞങ്ങളുടെ കലം പൊട്ടി ഇനി മര്യാദ കിട്ടില്ല, മുട്ടം വെള്ളം ഉണ്ടാക്കും. എടുത്ത് മാറ്റിക്കേ, മതി. ചാനലുകാരൊക്കെ പോയെ, മതി 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 മതി, നിർത്തിക്കേ, മതി. ശല്യം ചെയ്ത് ഇത്ര നേരം ഒരു മര്യാദയ്ക്ക് സംസാരിച്ചു. ഇനി നടക്കത്തില്ല, 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 നടക്കത്തില്ല. ഇനി പറ്റത്തില്ല. ഇനി ബാക്കി കലം കൂടെ പൊട്ടാൻ പറ്റത്തില്ല. ഞാനിവിടെ നിൽക്കും, പ്രശ്നം ഉണ്ടാക്കും. പോയെ, ആരും മതി മതി, ചാനൽ മതി, പോയെ. ചേച്ചി അതിനിടെ കയറി എല്ലാവരെയും ഓട്ടിച്ചു വിട്ട്. ഓക്കെ, ചിപ്പിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് കാണുന്ന ഒരു ഫെമിലിയർ ഫേസ് ആണ് ചിപ്പിയുടെ. സോ ചിപ്പിക്ക് ആ ഒരു ടൈം മാത്രം ഒരു പ്രൊമോഷന് വേണ്ടി ആളെ വിളിച്ച് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ചിപ്പി എവിടെ ഉണ്ടോ അവിടെ ആ ക്യാമറയും പിടിച്ചവർ പോരും. കാരണം ചിപ്പി എന്ന് പറയുമ്പോൾ പൊങ്കാലയുടെ ഒരു ഫേസായി മാറിയിട്ടുണ്ട് മലയാളികളുടെ ഇടയിൽ. ഇപ്പോൾ അതിനിടയിൽ കുറേ പേര് മറ്റേ വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടായിരുന്നു, കവർ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പിടിച്ചു പറിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർ അതിനിടയിൽ പൊങ്കാലയും പറഞ്ഞ് അതിൻ്റെ പിന്നാലെ ഓടുന്ന വിഷ്വൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. നീളാ നമ്പ്യാർ 2ാമത്തെ കൊല്ലം പൊങ്കാലിടാൻ പോയിട്ടുണ്ടായിരുന്നു. അവർ പക്ഷേ ഒരു സൈഡിൽ ഒതുങ്ങിക്കൂടി അങ്ങനെ ഇരുന്നിട്ടുണ്ട്. അവരെ ഇന്ന് ഇവർക്ക് പ്രത്യേകിച്ചൊന്നും മീഡിയക്കാർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ പൊങ്കാലയിൽ ഇന്നലെ മാക്സിമം പൊങ്കാല എന്ന് പറയുമ്പോൾ ഇവർ കാണിച്ചിട്ടുള്ള റീൽസിന് കാണിച്ചിട്ടുള്ള പല വിഷ്വൽസും വളരെ വളരെ ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര ശോകമാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഇതിനിടയിൽ പലരും മീര എന്ന് പറഞ്ഞിട്ടുള്ള ആങ്കർ, അവരുടെ കുറേ വിഷ്വൽസ് ഉണ്ടായിരുന്നു. ഇതിനിടയിൽ നിവേദിത എന്നിട്ടാണ് ഈ കുട്ടിയുടെ പേര് കേട്ടോ. ഈ കുട്ടി പൊങ്കാലിടാൻ പോയ സമയത്ത് ഇതേപോലെ നീലക്കുയിലെങ്ങാണ്ട് വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഈ കുട്ടിയുടെ അമ്മ ആ കുട്ടിയുടെ ഇങ്ങനെ മാറത്തുകൂടി മറ്റേ ഇതിട്ട് കൊടുത്തു, തോർത്തിട്ട് കൊടുത്ത് കറക്റ്റ് കാര്യം ചെയ്തു കൊടുത്തിട്ട്. കാരണം ഇവന്മാർ വന്നിട്ട് എന്തെടുത്ത് പോകുന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അമ്മയ്ക്ക് നല്ല ബോധമുള്ളതുകൊണ്ടാണ് തോന്നുന്നു. ആ അമ്മ വളരെ വൃത്തിയായിട്ട് ആ കുട്ടിയുടെ മാറത്തുകൂടി ആ സാധനം ഇട്ട് കൊടുത്തിട്ട്, മോളെ ഇത് ഇവന്മാർ ക്യാമറയും വെച്ച് വന്നതാ, നാളെ എന്തും ആവാം, അതുകൊണ്ട് ഇതിട്ടിട്ട് ചെയ്താൽ മതി എന്നുള്ളത് അമ്മ കറക്റ്റ് സമയത്ത് ആക്ട് ചെയ്തു. ഇതൊക്കെ കാണുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ബോഡി ബിൽഡർ ആരതിയില്ലേ, അവരൊരു വീഡിയോ ഇട്ടിട്ട് അവർക്ക് സംഭവിച്ച കുറേ ഇഷ്യൂസ് പറയുന്നുണ്ടായിരുന്നു, അവരുടെ കൺസേൺസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കൺസേൺ നാളുകളിൽ ഇവരും പറയേണ്ട ഒരു അവസ്ഥയ്ക്ക് വരും. കാരണം ഇപ്പോൾ എയും പരിപാടികളൊക്കെ ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു ടൈമാണ്. ഇങ്ങനത്തെയൊക്കെ വിഷ്വൽസ് നാളെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേറൊരു രീതിയിൽ മോർഫയും കൂടി ചെയ്യേണ്ട തന്നെ ക്രിയേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്തിട്ട് ഇതൊക്കെ പൊങ്കാല ഹോട്ടെന്നോ പൊങ്കാല സെക്സി എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ പേജിൽ ഇവരുടെ ഫേസും ഇവരുടെ ശരീരം ചിലപ്പോൾ മാറ്റാം. അങ്ങനെ പല രീതിയിൽ ഈ സാധനം റീക്രിയേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിനാരാ ഉത്തരവാദികളാവുക? ഇപ്പോൾ ഇതിന് ഞാൻ പറയാം, ഈ ഓൺലൈൻ മീഡിയാസിന് ഞാൻ ഇത് റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട്, ഇവർക്കിടയിൽ തന്നെ എന്ത് വേണം, ഒരു കൈൻഡ് ഓഫ് സ്ട്രക്ചർ വേണം, ഒരു അസോസിയേഷൻ വേണം. പിന്നെ പല ഓൺലൈൻ മീഡിയാസിനും ഇവിടെ അവരുടെ മെയിൻ ചാനലിൽ ഇടാൻ ഒരു ക്യാമറ പിടിച്ച ഒരാളും അല്ലാത്ത രീതിയിൽ ബാക്കി പേജുകളിലൂടെ റവന്യൂ ഉണ്ടാക്കാൻ, എസ്പെഷ്യലി ഫേസ്ബുക്കിലൊക്കെ കൊണ്ടുപോയിട്ട് ഈ ഓക്വേർഡായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഇട്ടിട്ട് അതിന്ന് കുറേ എന്താ പറയുക ഡോളർ മേടിക്കാൻ വേണ്ടി അതിനുവേണ്ടി തീറ്റിപ്പോറ്റുന്ന വേറെ കുറേ സബ്സിഡറി ചാനൽസും അതിനാവശ്യമുള്ള ക്യാമറ വിഷ്വൽസും ഒക്കെ ആയിട്ട് നടക്കുന്നവർ ഇതൊരു തരം മാഫിയ പോലെ ആയി മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഒരു ട്രേഡ് യൂണിയൻ്റെ അണ്ടറിൽ കൊണ്ടുവന്ന് ഇവർക്ക് രജിസ്ട്രേഷൻ കൊടുത്ത് ഇതേപോലൊരു ഇവൻറ്റ് നടക്കുമ്പോൾ എല്ലാവരുടെയും സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഉറപ്പ് വരുത്തണം. എന്നിട്ട് വേണം ആൾക്കാരെ പറഞ്ഞു വിടാനും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇവൻറ്റിന് ഇവർക്ക് ഒരു എന്താ പറയുക ഇൻവിറ്റേഷൻ കൊടുക്കാമെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇതിൽ പലരും ഉണ്ടല്ലോ, ഇൻറ്റൻഷൻ ഈസ് വെരി ബാഡ്. ആ ഇൻറ്റൻഷനാണ് ഇവർ പല രീതിയിലുള്ള വീഡിയോസ് പല ആംഗിളിൽ നിന്നുള്ള വീഡിയോസായിട്ട് പുറത്തു വിടുന്നത്. ആരതി പറഞ്ഞ അന്ന് പറഞ്ഞ വീഡിയോയിലേക്ക് പോവാം. നമ്മൾക്ക് എപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതായത് നമുക്ക് ഒരേ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സ്ലിറ്റ് ഉണ്ടെങ്കിൽ സ്ലിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നത് നോക്കണം. അല്ലെങ്കിൽ ഡീപ്പ് നെക്ക് ആണെന്നുണ്ടെങ്കിൽ നെക്ക് നമ്മളൊന്ന് കുനിയോ തിരിയോ ചെയ്ത് കഴിഞ്ഞാൽ അതെവിടേക്ക് പോകണമെന്ന് ചിന്തിക്കണം. ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി പോകുന്ന ചില സമയങ്ങളുണ്ട്. എപ്പോഴും നമുക്ക് ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റാത്ത നേരങ്ങൾ. അപ്പം ഞാൻ ലാസ്റ്റ് ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിരുന്നതിൽ ഞാനെന്തോ അതായത് പോസിങ് കഴിഞ്ഞിട്ട് തിരികെ വന്ന് ചെരുപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെരുപ്പിടുന്നതിൽ ഫോക്കസ് ചെയ്തേക്കുവാണ്. എൻ്റെ സ്ലിറ്റ് ആ ടൈമിൽ കറക്റ്റായിട്ട് പിടിച്ചു വെക്കുന്നതിൽ ഞാൻ ഫോക്കസ് ചെയ്യുകയാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ നെക്ക് അല്ലെങ്കിൽ അത് കുറച്ച് ഡീപ്പ് നെക്കായിരുന്നു, അതിനെപ്പറ്റി ഞാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ചെരുപ്പിട്ടുകൊണ്ടിരുന്ന അത്രയും സമയം ഇത് ഫുൾ ഫോക്കസിൽ ക്ലോസപ്പിൽ എത്രത്തോളം കവർ ചെയ്യാമോ അത്രത്തോളം കവർ ചെയ്ത് പല മീഡിയാസും അതെടുത്ത് ഇടുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാനിത് ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്ത് നോക്കാറില്ല. പക്ഷേ ഇത് കാണുന്ന പലരും എനിക്ക് എടുത്ത് അയച്ചു തരികയാണ്, ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടാകുന്നത്. അപ്പം ഇതിപ്പം
ഞാൻ മാത്രമല്ല, ഇപ്പം എനിക്ക് എൻ്റെ അമ്മ കാണുന്നുണ്ട്, എൻ്റെ കുടുംബക്കാർ കാണുന്നുണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഇത് കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ മേ ബി ഇത് തീർച്ചയായും കണ്ടിട്ടുണ്ടാവും. അമ്മയ്ക്കിത് കണ്ടിട്ട് വളരെ വിഷമമുണ്ടായിട്ടുണ്ടാവും. അമ്മയ്ക്കറിയാം ഒരിക്കലും ഞാൻ അങ്ങനെ ഒരാളെ അല്ല എന്നുള്ളത് എൻ്റെ അമ്മയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഉറപ്പായും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതാണെന്നും അമ്മയ്ക്ക് മനസ്സിലാവും. കാരണം പലപ്പോഴും അമ്മയും കൂടെ ഉണ്ടായിരുന്ന പല പ്രോഗ്രാംസിലും ഇതേ അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ലാസ്റ്റ് മൊമെന്റിലായിരിക്കും നമുക്ക് ഇത് ഇത്രയും മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡ്രസ്സാണ് എന്ന് മനസ്സിലാവുകയും ആ ടൈമിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് ടേപ്പ് ഒട്ടിച്ചു വെക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ആ ടേപ്പ് നമ്മൾ വേർക്കുന്ന സമയത്ത് അത് ഇളകി വീണ്ടും പോകുന്നു. വീണ്ടും ഞാൻ വളരെ അൺകംഫർട്ടബിൾ ആയിട്ട് പല വീഡിയോസും പിടിച്ച് ഇങ്ങനെ വെക്കുന്ന ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് മിക്കവാറും ഇങ്ങനെ ഒരു അവസ്ഥ മനസ്സിലാവും. പക്ഷേ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുണ്ട്. അതായത് നമ്മൾ എപ്പോഴാണ് ഒന്ന് താഴേക്ക് വീഴുക, ഇല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയാൻ ഒരു അവസരം നോക്കി നടക്കുന്ന പല ആൾക്കാർക്കും ഇതൊരു ആഘോഷമായിരിക്കും. തീർച്ചയായിട്ടും അത് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇപ്പം നേരിൽ അങ്ങനെയുള്ള ആൾക്കാരൊന്നും കാണുന്നില്ല. ഞാൻ എൻ്റെതായ ഒരു ലോകത്ത് വളരെ സമാധാനമായിട്ട് തനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ അമ്മയെ സംബന്ധിച്ചോളം ഒരു കുടുംബത്തിനുള്ളിൽ ജീവിക്കുന്ന ഒരാളാണ്, ഇങ്ങനെയുള്ള മറ്റാൾക്കാരുമായിട്ട് സഹകരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ സംബന്ധിച്ച് അവർക്കൊക്കെ ഇത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഈ കാര്യം ഞാൻ ഇന്നൊരു പ്രോഗ്രാമിന് പോയി വന്നപ്പോൾ എല്ലാ മീഡിയസിനോട് ഞാൻ പറഞ്ഞു, ദയവ് ഇത് എന്നെ അങ്ങനെ ഒരു കാറ്റഗറിയിലോട്ട് പെടുത്തല്ല, ഞാൻ അങ്ങനെ ഒരാളല്ല, എനിക്ക് ഇങ്ങനെ കാണിച്ചിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമേ ഇല്ലാത്ത ഒരാളാണ്. ഇപ്പം എന്താ പറയുക, ഇത് ചിലരൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സ്, അതായത് അവിടെ ഇവിടെയൊക്കെ എക്സ്പോസ് ആവുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഇട്ട് പോവാതിരുന്നൂടെ എന്നുള്ളൊരു ചോദ്യമായിരിക്കും ഇതിൽ മോസ്റ്റ് മെജോറിറ്റി ആളുകളും ചോദിക്കാൻ പോകുന്നത്. ഒരു ഒക്കേഷന് എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമ്മൾ ഇടുന്നതാണ്. ഈ നമ്മുടെ കംഫർട്ട് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവൻ്റെ കണ്ണിലും ക്യാമറയിലും ഉള്ളതല്ല നമ്മുടെ കംഫർട്ട് എന്ന് പറയുന്നത്. ഒരു പേഴ്സൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ, നടക്കാൻ പറ്റുന്നുണ്ടോ, നമുക്കത് ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത്രയേ ഉള്ളൂ. ഇത് ക്യാമറ വെച്ച് ഓരോ ഓക്വേർഡ് പൊസിഷനിൽ പോകുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അത് മാത്രം ഫോക്കസ് ചെയ്തെടുത്ത് ഇതൊന്നും ആ ഡ്രസ്സ് ഇട്ട് കംഫർട്ടബിളായിട്ട് പോകുന്ന അയാളുടെ പരിധിയിലും അപ്പുറം നിൽക്കുന്ന കാര്യങ്ങളാണ്. പല ആംഗിൾസ് പല രീതിയിൽ അവിടെ ഇവിടെയും വെച്ച് കഴിഞ്ഞാൽ ഒരു എൻറ്റയർ ഒരാളുടെ എന്താ പറയുക, അയാളുടെ ആ സിറ്റുവേഷനും സിനാരിയും അല്ലെങ്കിൽ അയാളുടെ കംപ്ലീറ്റ് ഔട്ട്ലുക്കിൻ്റെ ഒരു വേറൊരു ആംഗിളും ഡയമെൻഷനും തന്നെ കൊടുത്ത് അതൊരു വേറെ രീതിക്ക് തന്നെ പോർട്രേറ്റ് ചെയ്യാൻ മീഡിയാസിനെ കൊണ്ട് പറ്റുന്നൊരു കാലഘട്ടമാണ്. അങ്ങനത്തെ ഒരു ടൈമിൽ അവരുടെ ഏറ്റവും എന്താ പറയുക, അവരൊരു സിറ്റുവേഷനിൽ അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് എക്സ്പോസ് ആവുകയോ കാണുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് മാക്സിമം എടുക്കാതെ പോകുക എന്നുള്ളൊരു മാന്യതയല്ലേ ചെയ്യേണ്ടത്. പക്ഷെ അതിന് അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ, ഞാൻ എല്ലാ ഓൺലൈൻ മീഡിയാസിനെയും പറയുന്നില്ല, ചില ആളുകളൊക്കെ ഇത് ഭയങ്കരമായിട്ട് എടുത്ത് വെച്ച് കൊണ്ടുപോയി അവരുടെ പേജിലിട്ട് അവരങ്ങോട്ട് വേറെ കളി കളിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് അവർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓരോ സോഷ്യൽ മീഡിയ സ്റ്റാറുകളും വളരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഈ ഓൺലൈൻ മീഡിയാസിൻ്റെ ഒരു കൈയുണ്ട്. ഒന്നില്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ അവരോട് വീഡിയോ എടുക്കാൻ പറഞ്ഞ് വന്ന് വീഡിയോ എടുപ്പിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ഇങ്ങനത്തെ പ്രവർത്തികളൊന്നും എൻ്റർടൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത രീതിയിലും ആവാറുണ്ട്. ഇനി അടുത്തൊരു കോൺട്രവേഴ്സി, റെനീഷ റഹ്മാൻ, നമ്മുടെ ബിഗ് ബോസ് താരം റെനീഷ ഇതിന് പോയിട്ടുണ്ടായിരുന്നു, പൊങ്കാലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടായിരുന്നു റെനീഷ പൊങ്കാല അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അന്ന് റെനീഷ ഈ പൊങ്കാലയ്ക്ക് പോകുന്ന സമയത്ത് ഒരു റീൽ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്താൽ പോയെ. ആസ് യു ഓൾ നോ, റെനീഷയ്ക്ക് നോമ്പുണ്ട്, നോമ്പുകാലമാണ്. റെനീഷ പോസ്റ്റ് ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ കാണാം. നോമ്പ് തുറന്ന് ധൃതിയിൽ ബാഗ് പാക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാല കൂടാനാണ് കേട്ടോ. കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഞാൻ ഷൂട്ടിന് വേണ്ടി ട്രിവാൻഡ്രം വന്നു പോകുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും പൊങ്കാല സമയത്ത് ട്രിവാൻഡ്രം നിൽക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒരുപക്ഷെ ഇത്തവണ വരാനായിരിക്കണം നിമിത്തം. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പേര്. ലോകത്തിലെ ഏറ്റവും അധികം സ്ത്രീകൾ ഒത്തുചേരുന്ന ഒരു ഉത്സവം എന്ന നിലയ്ക്ക് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ആറ്റുകാൽ ക്ഷേത്രത്തിന് സ്ഥാനമുണ്ട് കേട്ടോ. റെഡിയായി നേരെ താഴെ റിസപ്ഷനിലോട്ട് വന്നപ്പോഴത്തേക്കും ദേ നിൽക്കുന്നു പാലക്കാടിൽ നിന്നും വന്ന ഒരു വലിയൊരു കൂട്ടം. ഇവർ പാലക്കാടിൽ നിന്നും ബസ്സിലാണ് വന്നത്. അവർ തന്നെയായിരുന്നു ഞങ്ങളുടെ തൊട്ടടുത്തിരുന്ന് പൊങ്കാലയിട്ടതും. എൻ്റെയും ചിന്നുടെയും ലൈഫിൽ തന്നെ ഫസ്റ്റ് പൊങ്കാല ആയതുകൊണ്ട് പല സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഈ ചേച്ചിമാർ തന്നെയാണ് ഞങ്ങളുടെ പല ഡൗട്ട്സ് പറഞ്ഞു തന്നതും
ഞങ്ങൾക്ക് ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്തതും. പൊങ്കാല ഇടുന്നതിൻ്റെ ഒരു വിശ്വാസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ കേട്ടപ്പോൾ. അതായത് മൺപാത്രത്തെ നമ്മുടെ ശരീരമായിട്ട് കരുതും, അതിലേക്കിടുന്ന അരി നമ്മുടെ മനസ്സായും സങ്കല്പിക്കും. ഈ അരി തിളച്ച് പുറത്ത് പത ചാടുമ്പോൾ മനസ്സിലെ കൊള്ളരത്തായ്മ പുറത്ത് തള്ളപ്പെടും. എന്നിട്ട് ശേഷം നമ്മൾ ശർക്കരയും തേങ്ങയും, അതായത് നന്മയും സ്നേഹവും വിവേകവും ചേർക്കുന്നതിലൂടെ ആത്മീയമായി ദേവിയിലോട്ട് നമ്മൾ അടുക്കുന്നു. ഇത്ര നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളും അവിടെ സഫലമാവുന്നു. ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടപ്പോൾ. ഈ പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ നടക്കുമെന്നും ആപത്തുകൾ ഒഴിവായി പോവുമെന്നാണ് വിശ്വാസം. ആ വിശ്വാസം സത്യമായതുകൊണ്ട് തന്നെയാവും ഓരോ വർഷവും ഇവിടെ കൂടുന്ന ഭക്തജനങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടി കൂടി വരുന്നത്. ഞങ്ങളെല്ലാവരും ജലപാനം പോലും കുടിക്കാതെ ഞങ്ങൾ പൊങ്കാല ഇട്ടതിന് ശേഷം മാത്രമാണ് കേട്ടോ വെള്ളം കുടിച്ചത്. എങ്കിൽ പോലും ഈ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് എല്ലാവർക്കും നല്ല രീതിയിൽ പൊങ്കാല ഇടാനും പ്രാർത്ഥിക്കാനും കഴിഞ്ഞത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കേട്ടോ കരുതുന്നത്. 2:40 ക്ഷേത്രത്തിലെ മുഖ്യ ശാന്തി വന്ന് തീർത്ഥം തെളിച്ചു. അതിനുശേഷം നമ്മളെല്ലാവരും പൊങ്കാല പ്രസാദം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ടത് ആക്ച്വലി നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കലത്തോടുകൂടി പ്രസാദമൊക്കെ എല്ലാവരും പാക്ക് ചെയ്ത് വീട്ടിലോട്ട് മടക്കി യാത്രയായി. എന്തായാലും എൻ്റെ ഈ ആദ്യ പൊങ്കാല ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വല്ലാത്തൊരു കംപ്ലീറ്റ് ഫുൾഫിൽമെൻറ്റ് ഫീലായിരുന്നു എനിക്ക് തോന്നിയത്. പൊങ്കാലയിൽ കൂടിയവർക്കും അല്ലാത്തവർക്കും അമ്മ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇതിനകത്ത് പൊങ്കാലയുടെ ഐതിഹ്യം പറഞ്ഞിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഐതിഹ്യത്തിൽ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ അകത്തുള്ള വൃത്തികേടുകളും അല്ലെങ്കിൽ ദുഷിച്ച ചിന്തകളും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ ആരും പുറത്തു തരാനൊന്നും പോണില്ല. ഇനി ഏതൊക്കെ ദൈവത്തിന് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്താലും, എത്ര നോമ്പെടുത്താലും, എത്ര പൊങ്കാലിട്ടാലും ചില മനുഷ്യന്മാരൊക്കെ ഉണ്ടല്ലോ വർഗീയത മാത്രം തലക്കി പിടിച്ച് കൊണ്ടു നടക്കുന്നവരാണ്. അത് റെനീഷയുടെ കമൻറ്റ് ബോക്സിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. എൻ്റെ മോനെ ഇനി പറയാനൊന്നും ബാക്കിയില്ല, നോമ്പ് കാലത്ത് തന്നെ നീ വേണോ, നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേ, ഇങ്ങനെ പോകുന്നുണ്ട് ഒരു സൈഡിൽ കൂടി. ഇത് റെനീഷ് എന്താണെങ്കിലും പൊങ്കാലിടാൻ പോയിട്ട് കുറച്ചൊന്ന് എയറിലാണ്. ബട്ട് ആ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഇത് കാണിച്ചു കൊടുക്കാം. എല്ലാ മതസ്ഥരും അവരുടെ ആ മതത്തിൽ മാത്രം നിന്ന് അതിൻ്റെ പൊട്ടക്കുളത്തിൽ മാത്രം ഇരുന്നാൽ മതിയോ? ബാക്കി മതങ്ങളിലൂടെ എക്സ്പ്ലോർ ചെയ്യട്ടെ. ദൈവം ഒന്നാണ്, ഏക ദൈവം, ഒറ്റ ദൈവം, ദൈവം ഒന്നാണ്, ദൈവം ഒന്നേ ഉള്ളൂ ലോകത്ത് എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ബാക്കി മതങ്ങളെയും ദൈവങ്ങളെയും കുറ്റപ്പെടുത്തിയിട്ട് മാത്രം മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, എക്സിസ്റ്റിംഗ് ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെ ഒരു സൈഡ്. പിന്നെ ഇന്നലത്തെ പാർക്കിംഗ് വിഷയവും വെള്ളത്തിൻ്റെ വിഷയവും ഓക്കെ, ഭയങ്കര വെള്ളക്കെട്ടുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ ചുറ്റുപാടും ഉണ്ടായിരുന്നു വെള്ളക്കെട്ട്. അത് ആറ്റുകാൽ അമ്പലത്തിൻ്റെ ചുറ്റും വന്നത്, അല്ലെങ്കിൽ ആളുകൾ പൊങ്കാലിടാൻ വന്നപ്പോൾ ഈ വെള്ളക്കെട്ട് വന്നത് കോർപ്പറേഷൻ്റെ പിടിപ്പ് കേടാന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആക്ച്വലി ഇത് അമ്പലത്തിൻ്റെ അതോറിറ്റീൻ്റെ അണ്ടറിൽ വരുന്നതാണ്, കോർപ്പറേഷനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ലേറ്റർ ഓൺ മനസ്സിലാവും ചെയ്തിട്ടുണ്ടായിരുന്നു. കൈരളി ടി വിയിൽ എന്താണെന്നുണ്ടെങ്കിലും കുറച്ച് സഖാക്കന്മാർ കുറച്ച് സഖാത്തികളുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പരത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ അങ്ങനെ അങ്ങോട്ട് പൊളിഞ്ഞു പോയി, അതിനൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ആൻഡ് ദ റിയൽ ഹീറോസ് ഈ ക്ലീൻ ചെയ്യുന്ന ചേച്ചിമാരാണ്. പൊങ്കാലയും പരിപാടികളൊക്കെ കഴിഞ്ഞ് സ്പോട്ടിൽ ഒരു ക്ലീനിങ്ങും പരിപാടിയും തുടങ്ങി. അവർ സിറ്റി മൊത്തം ക്ലീനാക്കി അടിപൊളിയാക്കി വെച്ചു. അതല്ലാതെ ഇന്നലെ നടന്ന പൊങ്കാല റിലേറ്റഡ് ആയിട്ടുള്ളൊരു മേജർ സീനാണ് പാർക്കിങ്ങിൻ്റെ പിരിവ്. ഇത് പൊങ്കാലയ്ക്ക് മാത്രമല്ലടേ, ഇതെല്ലാ സിറ്റീസിലും ഞാൻ പറയുമ്പോൾ എല്ലാ അധികാരികളും കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ അവിടെയൊക്കെ ആർക്കാണോ ഇതിൻ്റെ അധികാരമുള്ളത് അവരിറങ്ങി വന്നത് അപ്പണം. ഡേ ടു ഡേ ലൈഫിൽ തന്നെ നമുക്ക് പാർക്കിങ്ങിൻ്റെ പേരിൽ ഒരുപാട് ഇതേപോലെ പിടിച്ചു പറികൾ നടക്കുന്നുണ്ട്. പൊങ്കാല ദിവസം ഇതേപോലെ ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ SMB എന്ന് പറഞ്ഞ സ്കൂൾ ഗ്രൗണ്ടിൽ PTA പ്രസിഡൻ്റ് ഉൾപ്പെടെ കുറേ പേര് വണ്ടിയുടെ പാർക്കിങ്ങിൻ്റെ പൈസ 2000-3000 ഒക്കെ വാങ്ങിയ സമയത്ത് ആ പാർക്കിംഗ് പൈസ പിരിച്ചത് എന്തിന് എന്ന് ചോദിച്ച് ഇപ്പോഴത്തെ കോർപ്പറേഷൻ്റെ നമ്മുടെ ഇയാൾ VV രാജേഷ്, മേയർ VV രാജേഷ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ വന്ന് ഫുൾ സീനാക്കി. ലാസ്റ്റ് അത് ഭയങ്കര വിഷയമായി. അപ്പോൾ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കണ്ടൻറ്റ് കാണാം, ബിക്കോസ് അത് ഭയങ്കര റെലവൻ്റ് ഐറ്റമാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, അപ്പോൾ ഇത്രയും വർഷം പൊങ്കാല നടന്നപ്പോഴും ഇതിലും കൂടുതൽ പിരിവ് അല്ലെങ്കിൽ ഇതിന് അത്ര തന്നെ പിരിവന്മാർ പിരിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതെല്ലാവരും കൂടി അധികാരികൾ മൊത്തത്തിൽ കോർപ്പറേഷൻ ഭരിക്കുന്നവരെല്ലാം കൂടി തിന്നിട്ട് പോയതും ആയിരിക്കുമല്ലോ. ഇന്നലെ വൈകുന്നേരം നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കാണും, ഒരു ഓൾട്ടോ കാറ് ഒരു ദിവസം ഇടുന്നതിന് 400 രൂപ ഫീസ് വാങ്ങിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അതൊരാൾ എൻ്റെ കാറിൽ കൈയാണിച്ച് നിർത്തിയാണ് അത് പറഞ്ഞത്. 200 രൂപ എന്ന് എഴുതിയ കൂപ്പൺ വെട്ടി 400 രൂപ. തിരക്ക് കൂടുമ്പോൾ അവരങ്ങ് കൂട്ടുകയാണ്. അതിലിടപെട്ട് കൂടുതൽ വാങ്ങിച്ച പണം തിരിച്ചു കൊടുക്കാൻ സാധിച്ചു. എന്നിട്ട് ഇത് അറിഞ്ഞിട്ട് ഇന്ന് വിളിച്ചിട്ട് ഞങ്ങളോട് പറയുകയാണ്, SMB സ്കൂൾ, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കൂപ്പൺ SMB സ്കൂളിൻ്റെ PTA ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കൂപ്പൺ അടിച്ചിട്ട് അതിൽ PTA
എന്താ സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു രേഖ സീലും ഇല്ല, കോർപ്പറേഷൻ്റെ ഇല്ല. കോർപ്പറേഷനാണ് ഈ സ്കൂളിൻ്റെ നടത്തിപ്പ് ചുമതല, സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥയിലാണ് ഈ സ്ഥലം. ഒരു PTA പ്രസിഡന്റും ഒരു PTA മെമ്പറും കൂടി 1000 രൂപയാണ് ഈ ബസ്സിന് വാങ്ങിയിരിക്കുന്നത്. ഒരു ബസ് രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പാർക്ക് ചെയ്യണതിന് 1000 രൂപ വാങ്ങിച്ചിരിക്കുക. അപ്പോൾ തന്നെ അടിയന്തരമായിട്ട് ഈ പണം തിരിച്ചു കൊടുപ്പിച്ചു. എന്നിട്ട് കോർപ്പറേഷൻ സെക്രട്ടറി പോലീസിന് മെയിൽ ചെയ്തു, പരാതി കൊടുത്തു. അതോടൊപ്പം തന്നെ ഞങ്ങൾ SHO അറിയിച്ചു. പോലീസ് വന്ന് ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. വലിയൊരു കൊള്ള തിരുവനന്തപുരത്ത് നടക്കുന്നു. ഒരു മാഫിയ എൻ്റെ പിറകിലുണ്ട്. അടുത്ത വർഷം പൊങ്കാലയുടെ തയ്യാറെടുപ്പുകൾ ചർച്ച ചെയ്യുമ്പോഴേക്കും വളരെ ഗൗരവമായിട്ട് തന്നെ പാർക്കിംഗ് വിഷയം ചർച്ച ചെയ്യും. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പൊങ്കാലയിടാൻ വരുന്ന എല്ലാവർക്കും സൗജന്യമായിട്ട് പാർക്കിംഗ് അനുവദിച്ചു കൊടുക്കണമെന്നുള്ളതാണ്. ഇനി ആരെങ്കിലും സ്വകാര്യ വ്യക്തികൾ അത് ബിസിനസ്സായിട്ട് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിന് വേണ്ടിയുള്ള എല്ലാ നിയമങ്ങളും, അതായത് വെള്ളം വേണം, വെളിച്ചം വേണം, സെക്യൂരിറ്റി വേണം, പിന്നെ പ്രാഥമിക കൃത്യങ്ങൾക്കുള്ള സൗകര്യം വേണം, കോർപ്പറേഷൻ നിശ്ചയിക്കുന്ന ഫീസ് ഈടാക്കിക്കൊണ്ടുള്ള പാർക്കിംഗ് മാത്രമേ അനുവദിക്കുകയുള്ളൂ. അതിന് മാത്രമേ ലൈസൻസ് കൊടുക്കുകയുള്ളൂ. പാർക്കിങ്ങിൻ്റെ പേരിൽ ഒരു മാഫിയയും, തിരുവനന്തപുരത്ത് കുറേ മാഫിയകളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ, ഒരു മാഫിയയും കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥലത്തും ഒരു മാഫിയയും വെച്ച് കൊടുക്കുകയില്ല. ഈ ഓക്കെ, നല്ല കാര്യം. മേയർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ. പക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ കുറച്ച് പേര് ഈ അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞൊരു കാഴ്ച അവർ കണ്ടതുണ്ട്. പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ അടുത്ത് വരെ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിക്കാതെ ടെമ്പിൾ ലൈറ്റ് മാത്രം കത്തിച്ച് ടെമ്പിളിന് കൂടുതൽ ഫോക്കസ് കിട്ടുന്ന രീതിയിൽ ബാക്കി റോഡുകളിലൊക്കെ പോകുന്ന, അതായത് അങ്ങോട്ട് കണക്ട് ചെയ്യുന്ന റോഡുകളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഓഫാക്കിയിട്ടുള്ളൊരു പ്രഹസനം നടക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് എന്നുള്ളത്. അതും കൂടി മേയർ ഒന്ന് ചെക്ക് ചെയ്താൽ നന്നായിരിക്കും. കാരണം അമ്പലം മാത്രം ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ലൈറ്റിംഗ് സെറ്റപ്പ് മാത്രം ഇട്ടിട്ടുള്ള പോക്കും ബാക്കി സ്ട്രീറ്റ് ലൈറ്റ് ഓഫാക്കലുമാണെന്നുണ്ടെങ്കിൽ അതെന്ത് പരിപാടി എന്നുള്ളതും കൂടി ഒന്ന് അറിയണമല്ലോ. അത് കോർപ്പറേഷൻ അറിഞ്ഞിട്ടാണോ എന്നുള്ളതും കൂടി ഒന്ന് അറിയണം. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ആരെങ്കിലും അങ്ങനത്തെ ഒരു സീൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അങ്ങനത്തെ സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന്. ഇനി അടുത്തൊരു കാര്യം, ഇവിടുത്തെ എല്ലാ അമ്പലങ്ങളും പള്ളികളും ഒക്കെ ഫോക്കസ് ചെയ്തിട്ട്, ഇവിടെ അമ്പലം എന്ന് പറയുന്നത് ടൂറിസമാണ്, പള്ളി എന്ന് പറയുന്നത് മതം തന്നെ ടൂറിസമാണ് ഇവിടെ ഏറെക്കുറെ നമുക്ക്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പല ടൈം, ഇപ്പോൾ തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്താണെങ്കിൽ, മേജർ ശബരിമല ടൈമിലാണെങ്കിലും ഒക്കെ പാർക്കിംഗ് ഫീസിൻ്റെ പിടിച്ചുപറി എന്ന് പറഞ്ഞ സംഗതി ഭയങ്കര എന്താ പറയുക, നോക്കിക്കാണ്ട ഒരു കാര്യം തന്നെയാണ്. അവിടെ ഭരിക്കുന്ന സർക്കാരുകളും അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്താ പറയുക കോർപ്പറേഷനും പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയൊക്കെ ഇടപെട്ട് അതിന് ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ അതൊരു വലിയ മാതൃകയായിരിക്കും. ഇതിപ്പോൾ ഒരു തിരുവനന്തപുരത്ത് മാത്രം നിർത്തിയിട്ട് പോകേണ്ടതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തു എന്നുള്ളതിൽ നിൽക്കാൻ പാടില്ല. ഇവിടെ ഇതേപോലെ കുറേ അമ്പലങ്ങളും ഇവിടെ അമ്പലങ്ങളിലെ പരിപാടികളും ഇവിടുത്തെ മതപരമായിട്ടുള്ള ആചാരങ്ങൾക്ക് പല രീതിയിലുള്ള ഇങ്ങനത്തെ ആൾക്കൂട്ടം വരലൊക്കെ ആവുന്ന സമയത്ത്, ഇനിയല്ല വല്ല ഫെസ്റ്റ് നടക്കുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് അനധികൃതമായിട്ടുള്ള പാർക്കിംഗ് വെക്കുക, അതിൽ ഫീ ഈടാക്കുക, ഇങ്ങനത്തെയൊക്കെ പരിപാടികൾ ഒരു പരിധി വരെ സർക്കാരിക്ക് തന്നെ ഒരു ഫണ്ട് വരുന്ന രീതിയിലെല്ലാം ഓർഗനൈസ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും സുഖമാണ്, വേറെ വിഷയങ്ങളില്ല, ഇവർക്കും ഫണ്ട് കിട്ടുന്നുള്ള രീതിക്ക് മാറ്റാൻ പറ്റിയാൽ സിസ്റ്റം ഒന്നും കൂടി അടിപൊളിയാവും. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ പൊങ്കാല വിശേഷം. അതിലേതോ ഒരുത്തന്നെ അതിനിടയിൽ പൊങ്കാല അടുപ്പ് കൂടി കാർ ഓടിച്ചു പോയിന്നോ ഓട്ടോ ഓടിച്ചു പോയിന്നോ പറയുന്നുണ്ട്. ഓനെ കൈ കിട്ടിയാൽ പൊട്ടിക്കുന്നു ചേച്ചിമാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ സീന് വേറെയും നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേയൊക്കെ ആളുകൾ തലവെറ്റി വീഴുന്ന സീനുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പോഴത്തേക്കും മെഡിക്കൽ അസിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. അവർ വരുന്നു, അവർ എടുത്തിട്ട് പോകുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആകെ കുറേ ഇന്നലെ പൊങ്കാല സോഷ്യൽ മീഡിയയിൽ ഇതേപോലുള്ള നീല പച്ച മഞ്ഞ പേജുകളിൽ ഈ ലിച്ചിയും ബാക്കിയുള്ള ടീമിൻ്റെയൊക്കെ വീഡിയോസായിട്ട് കുത്തിത്തിരിച്ച് വിട്ടെങ്കിലും കുറേയൊക്കെ നല്ല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, കുറേയൊക്കെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനും ഉണ്ട്. ഓക്കെ, പിന്നെ മീഡിയയുടെ ഒരു കാലമാണ്, സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കാലമാണ്. പൊങ്കാലയ്ക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ പൊങ്കാല ഒരു പ്രൊമോഷനായിട്ട് സെൽഫ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എടുത്ത് അവിടെ ചെന്ന് ഇമാതിരി പരിപാടി കാണിക്കുന്നവരും വരും കാലങ്ങളിൽ നമ്മൾ കാണേണ്ടി വരും, അവരുടെ പ്രവർത്തനങ്ങളും കാണേണ്ടി വരും. ഓക്കെ, അല്ലാതെ ഭക്തി മനസ്സിലുള്ളത് കൊണ്ട് മാത്രം പോയി പൊങ്കാലിട്ട് വരുന്ന സെലിബ്രിറ്റീസും ഉണ്ടാവും, സാധാരണക്കാരും ഉണ്ടാവും. അവരൊന്നും ആരെയും അറിയിക്കുന്നില്ല. അവർ പോയിട്ട് അവരുടെ പാട്ടിന് ഈ പറഞ്ഞ പോലെ പൊങ്കാലി ഇട്ടിട്ട് അവർക്ക് എന്താണോ അവരുടെ ആവശ്യം നിറവേറേണ്ടത് അത് ദൈവത്തിന് വിളിച്ച് തിരിച്ചു പോരും. പ്രഹസനം കാണിക്കേണ്ടവർ പ്രഹസനം കാണിക്കും. പിന്നെ ഒളിക്യാമറ വെച്ച പോലെ ഇങ്ങനെ എല്ലാവരുടെയും വിഷ്വൽസ് എടുത്ത് അവരുടെ ഓക്വേർഡ് മൂമെൻറ്റ്സ് എടുത്ത് വിൽക്കുന്നവൻ വിൽക്കും. ബിക്കോസ് അതിവിടെ കാണാൻ ആളുണ്ട്, അതിൽ കമൻറ്റ് ചെയ്യാൻ ആളുണ്ട്, അത് കണ്ട് സംതൃപ്തി അടഞ്ഞു പോകാനുള്ള ആൾക്കാരും ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവർ ഇടുന്നത്. അതിന് വ്യൂവർഷിപ്പ് ഭയങ്കരമായിട്ടുള്ളത് കൊണ്ടാണ് അത് ഇടുന്നത്. അപ്പോൾ ആ വ്യൂവർഷിപ്പ് അത് അങ്ങനത്തെ വിഷ്വൽസ് എൻ്റർടൈൻ ചെയ്യുന്നിടത്തോളം കാലം അങ്ങനത്തെ ഒരു സംഗതി നടക്കും. ഇതിൻ്റെ ഒരു എൻഡോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അന്വേഷണമോ ഒരു തീർപ്പൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓൺലൈൻ ചാനലിൽ വന്നൊരു വീഡിയോ കാരണം മാനഹാനി മൂലം ഒരാൾ സ്വയം അങ്ങോട്ട് ഇല്ലാതായി എന്നുള്ളൊരു ന്യൂസ് എപ്പോഴെങ്കിലും റീസെൻ്റ്ലി കേരളത്തിൽ വന്നാൽ
സർക്കാരും ബാക്കി എല്ലാവരും കൂടി ഇതിനൊരു നിയന്ത്രണം വരുത്തണം, ഓൺലൈൻ ചാനലുകൾക്ക് ഒരു അസോസിയേഷൻ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ്റെ അടിയിൽ അവരെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അവർക്കൊരു മീഡിയ ബാഡ്ജ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അന്നാവും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതിനൊക്കെ ആരെങ്കിലും തീർന്നു പോകണം അവിടെ, എന്നാലും നടക്കും. ഇപ്പോൾ നേരത്തെ ആരതി വന്ന് പറഞ്ഞ പോലെ അവർക്ക് ഭയങ്കര പേടിയായിട്ടുണ്ട്. അവരുടെ ഓക്വേർഡ് മൊമെൻറ്റ്സ് ഒക്കെ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോൾ അവർ പറഞ്ഞിട്ട് പോയി, വേറെ ആരെങ്കിലും എന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ടായിരിക്കും ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കാൻ പോണത്.